13 നമ്പർ കാറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരെ ചിലരെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കവടിയാറിൽ സ്ഥിതി ചെയ്യുന്ന മന്ത്രിമന്ദിരമായ മൻമോഹൻ ബംഗ്ലാവ്. ഈ വീട്ടിലെ അന്തേവാസികളായ മന്ത്രിമാർക്ക് രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നതാണ് കാലങ്ങളായി ഒരു വിശ്വാസമുള്ളത്. എന്തായാലും മന്ത്രിമന്ദിരമായ മൻമോഹൻ ബംഗ്ലാവിന്റെയും അവിടെ താമസിച്ച മന്ത്രിമാരുടെയും കഥയൊന്ന് നോക്കാം. രാജ്ഭവന് സമീപം കവടിയാറിലാണ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് പണിത മൻമോഹൻ ബംഗ്ലാവ്. കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവാണെങ്കിലും ഇവിടെ താമസിക്കുന്ന മന്ത്രിമാർക്ക് കാലാവധി തികയ്ക്കാനാകില്ല എന്നതാണ് കൈമാറി വരുന്ന അന്ധവിശ്വാസം. ഈ കഥയെ സ്വാധൂകരിക്കുന്ന ഒട്ടേറെ ഉദാഹരണങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. തിരുവിതാംകൂർ മന്ത്രിസഭയായിരുന്ന കാലത്ത് തിരുക്കൊച്ചി ധനമന്ത്രിയായിരുന്ന PS നടരാജപിള്ളയും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന AJ ജോണും ഈ ബംഗ്ലാവിലേക്ക് താമസം മാറി അധികം വൈകാതെ പദവി ഒഴിയേണ്ടി വന്നവരാണ്. എന്നാൽ ഐക്യകേരളം നിലവിൽ വന്നതിൽ പിന്നെ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച് കാലാവധി പൂർത്തിയാക്കിയവരും പാതിവഴിയിൽ വീണവരുമായ നിരവധി മന്ത്രിമാരുണ്ട്. അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന K കരുണാകരൻ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച് കാലാവധി പൂർത്തിയാക്കിയിട്ടുമുണ്ട്. പിന്നീട് മുഖ്യമന്ത്രിയായി അതേ മൻമോഹൻ ബംഗ്ലാവിലെത്തിയ കരുണാകരന് രാജൻ കേസിനെ തുടർന്ന് സ്ഥാനമൊഴിയേണ്ടി വന്നു. R ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതത്തെ മാറ്റിമറിച്ച പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തുന്നത് മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കവെയാണ്. ബാലകൃഷ്ണപിള്ളയ്ക്കും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. VS സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ കോടിയേരി ബാലകൃഷ്ണൻ താമസിച്ചത് ഇതേ മൻമോഹൻ ബംഗ്ലാവിലായിരുന്നു. മന്ത്രിമന്ദിരം നവീകരിക്കാൻ ദൂർത്ത് നടത്തി എന്ന ആരോപണത്തെ തുടർന്ന് കോടിയേരിക്കും താമസം മാറേണ്ടി വന്നു. പിന്നീട് മൻമോഹൻ ബംഗ്ലാവിലെത്തിയ ഇതേ സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രി TU കുരുവിളയ്ക്ക് ഭൂമിയിടപാട് വിവാദത്തെ തുടർന്ന് 2007 മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. കുരുവിളയ്ക്ക് പകരം മന്ത്രിയായ മോൻസ് ജോസഫിനും ഈ ബംഗ്ലാവ് തന്നെ ലഭിച്ചു. എന്നാൽ PJ ജോസഫ് ലൈംഗികാതിക്രമ കേസിൽ കുറ്റവിമുക്തനാക്കി മന്ത്രിസഭയിലേക്ക് തിരിച്ചുവന്നതോടെ മോൻസ് ജോസഫിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. ബംഗ്ലാവിലെത്തിയ PJ ജോസഫിനും അധികകാലം തുടരാനായില്ല. 2010 മുന്നണി മാറ്റത്തോടെ അദ്ദേഹത്തിനും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. മൻമോഹൻ ബംഗ്ലാവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ തള്ളിക്കളഞ്ഞ് കാലാവധി പൂർത്തിയാക്കിയ നിരവധി മന്ത്രിമാരുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൽ വൈദ്യുത മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദാണ് അതിൽ ഒരാൾ. ഒന്നാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് 13 നമ്പർ കാറും മൻമോഹൻ ബംഗ്ലാവും ഒരുമിച്ചുപയോഗിച്ച് അന്ധവിശ്വാസങ്ങളെ കാറ്റിൽ പറത്തി. രണ്ടാം പിണറായി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവും കാലാവധി തീരും വരെ മൻമോഹൻ ബംഗ്ലാവിൽ തന്നെയാണ് താമസിച്ചത്. ആന്റണി രാജുവിന് ശേഷം ഗതാഗത മന്ത്രിയായി വന്ന KB ഗണേഷ് കുമാർ തനിക്ക് മൻമോഹൻ ബംഗ്ലാവ് വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞു. ഗണേഷ് കുമാർ ഒഴിവാക്കിയ ബംഗ്ലാവിലേക്ക് രണ്ടാം പിണറായി സർക്കാരിലേക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ താമസം മാറ്റി. ആ സമയത്ത് പലരും മൻമോഹൻ ശാപത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചെങ്കിലും സജി ചെറിയാൻ അതൊന്നും മുഖവിലക്കെടുത്തില്ല. VD സതീശൻ മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാം 13 നമ്പർ കാറിനെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് ആരായിരിക്കും മൻമോഹൻ ബംഗ്ലാവിലേക്ക് ലഗേജുകളുമായി വരിക എന്ന കൗതുകം ഇപ്പോഴും നിലനിൽക്കുകയാണ്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.